തുടർഭരണം, അതിലപ്പുറം ഒരു ലക്ഷ്യം തനിക്കില്ലെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു. പിണറായി വിജയൻ തെളിയിച്ചിരിക്കുന്നു. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അവസാന ലാപ്പിൽ കുതിച്ചു കയറാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശ്രമം. ചില പരിചിത മന്ത്രിമാർ പുറത്തു പോകും എന്നത് ഉറപ്പായി. ആദ്യം പുറത്തു പോകുന്നത്, ഏറ്റവും പ്രധാനമായി പുറത്തു പോകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസാണ്. മരുമകൻ എന്ന നിലയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു. മുഹമ്മദ് റിയാസിന് വേണ്ടി മുഖ്യമന്ത്രി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ്. പ്രതിപക്ഷം മാത്രമല്ല, പിണറായിയെ എതിർക്കുന്ന മാധ്യമ പ്രവർത്തകരും ഈ ആരോപണം ഉന്നയിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസാണെന്ന വാർത്തയും പരക്കുന്നു പല സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും ഒക്കെ. ഈ സാഹചര്യത്തിൽ തനിക്ക് മരുമകനോട് ഒരു വ്യക്തിപരമായ താല്പര്യവുമില്ലെന്നും താൻ CPM നേതാവാണെന്നും താൻ CPM കാരനാണെന്നും തെളിയിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും. മുഹമ്മദ് റിയാസിൻ്റെ സ്ഥാനം AM ഷംസീറിന് ലഭിക്കും. AM ഷംസീർ ഇപ്പോൾ സ്പീക്കറാണ്. AM ഷംസീറിന് പകരം സ്പീക്കറായി എത്തുന്നത് KK ശൈലജ ടീച്ചറായിരിക്കും. ശൈലജ ടീച്ചറെ പിണറായി വിജയൻ ഒതുക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. താൻ ആരെയും ഒതുക്കുന്നില്ല എന്ന് തെളിയിക്കാൻ KK ശൈലജ ടീച്ചറെ സ്പീക്കറാക്കുന്നതിലൂടെ മുഖ്യമന്ത്രിക്ക് സാധിക്കും. ശക്തനായ മറ്റൊരു മന്ത്രി സജി ചെറിയാനും പുറത്തു പോകും. സജി ചെറിയാന് പകരം ആലപ്പുഴയിൽ നിന്നുള്ള ചിത്തരഞ്ജൻ MLA മന്ത്രിയായി മാറും. ഇതാണ് പിണറായിയുടെ തന്ത്രം. മറ്റൊരു വലിയൊരു തന്ത്രം കൂടി പിണറായി ആവിഷ്കരിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടിക വകുപ്പിന് പരിഗണന ലഭിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. ആ ആരോപണം മാറ്റാൻ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കും. അതാരാണെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ തെളിയും. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര MLA ആൻസലനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചതാണ്. ആൻസലൻ നെയ്യാറ്റിൻകര എന്ന കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയിൽ പാർട്ടി ചിഹ്നത്തിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. നെയ്യാറ്റിൻകര ഒരു കാലത്ത് LDFന് അപ്രാപ്യമായ, CPMന് അപ്രാപ്യമായ മണ്ഡലമായിരുന്നു. നാടാർ സമുദായം ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സ്ഥലം. ആ നെയ്യാറ്റിൻകരയിലാണ് നാടാർ സമുദായ അംഗമായ ആൻസലൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ആൻസലനെ മന്ത്രിയാക്കുന്നതിലൂടെ നാടാർ സമുദായത്തിൻ്റെ വോട്ട് ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തന്ത്രജ്ഞനായ പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നു. നാടാർ സമുദായത്തിന് തിരുവനന്തപുരത്തും കൊല്ലത്തും സ്വാധീനമുണ്ട്. നാടാർ സമുദായം 2 വിഭാഗങ്ങളാണ്, ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള സ്വാധീനം നിലനിർത്താനാണ്, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനാണ് ആൻസലനെ മന്ത്രിയാക്കുന്നത്. പിണറായിയുടെ കിടിലൻ നീക്കം എന്ന് തന്നെ പറയാം ഇത്. ആൻസലൻ സംശുദ്ധമായ വ്യക്തിത്വത്തിനുടമയായ നേതാവാണ്. ഒരു കാലത്ത് VS ഗ്രൂപ്പുകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു കാലത്ത് ഒതുക്കി നിർത്തിയത് പിണറായി. പിന്നീട് ആൻസലൻ്റെ ജനഹിതം, ആൻസലൻ്റെ ജനസ്വാധീനം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആൻസലനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. ഇതോടെ തിരുവനന്തപുരത്തിന് 2 മന്ത്രിമാരെ കിട്ടും. V ശിവൻകുട്ടിയും ആൻസലനും. 2 മന്ത്രിമാരും കരുത്തർ തന്നെയാണ് എന്നതിൽ സംശയമില്ല. നാടാർ സമുദായം ഇടതുപക്ഷത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു. നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വീണു. ആ വോട്ട് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ശക്തിദുർഗമായ അരുവിക്കരയിൽ KS ശബരിനാഥനെ നാടാർ സമുദായ അംഗമായ സ്റ്റീഫൻ പരാജയപ്പെടുത്തി അരുവിക്കര ചുവന്ന കൊടിക്കീഴിൽ ആക്കിയത്. ഇങ്ങനെ വളരെ തന്ത്രപരമായ രീതിയിലുള്ള ഒരു മന്ത്രിസഭ പുനഃസംഘടനയാണ് പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത്. അടിമുടി അഴിച്ച് പണിയുക, അതാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ മാറില്ല. പ്രധാനമായും മാറുന്നത് മുഹമ്മദ് റിയാസും സജി ചെറിയാനുമാണ്.
മറ്റൊരു പ്രത്യേകത, വീണ ജോർജിനെയും മാറ്റാനുള്ള തീരുമാനം പിണറായി കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ പ്രവർത്തനം പരിതാപകരമാണ്. പക്ഷേ ക്രൈസ്തവ സഭയുടെ പിൻബലം വീണ ജോർജിനുണ്ട്. വീണ ജോർജ് 2 തവണയാണ് ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളോട് വലിയ മതിപ്പില്ല. 2 തവണ ജയിച്ച വീണ ജോർജിനോട് ആറന്മുളയിലെ പാർട്ടിക്കാർക്കും വലിയ എതിർപ്പാണ്. പാർട്ടി ഏരിയ സെക്രട്ടറി വിളിച്ചിട്ട് പോലും വീണ ഫോൺ എടുക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വീണ ജോർജിന് മേലുണ്ട്. വീണ ജോർജിനെ മാറ്റാനുള്ള സാധ്യതയും ഏറുന്നു. അടിമുടി അഴിച്ചു പണിഞ്ഞ് പുതിയ മുഖം മന്ത്രിസഭയ്ക്ക് നൽകിയാകും പിണറായി വിജയൻ 2026 മെയ്യിൽ നടക്കുന്ന കേരളത്തിലെ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന തെരഞ്ഞെടുപ്പാകും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പുനഃസംഘടനയിലൂടെ വിവിധ സാമുദായിക ഘടകങ്ങളെ കോർത്തിണക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. വിവിധ സാമുദായിക ഘടകങ്ങളെ ചെങ്കൊടിയിലേക്ക് അല്ലെങ്കിൽ ചുവന്ന മാലയിലേക്ക് കോർത്തിണക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. എന്തായാലും മറ്റൊരു പേരും കൂടി വരുന്നുണ്ട്. കോവൂർ കുഞ്ഞുമോൻ്റെ പേരാണ്. കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോനെ മന്ത്രിസഭയിൽ എടുക്കണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യമുന്നയിച്ചിട്ട് കാലമേറെയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം പിണറായി വിജയൻ പരിഗണിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ പുതിയ മുഖമിനിക്കൾ ഉണ്ടാകുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മുഹമ്മദ് റിയാസിനെ മാറ്റുന്നതോടുകൂടി താൻ കുടുംബത്തിന് വേണ്ടിയല്ല, നാടിന് വേണ്ടിയാണ്, പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പിണറായി വിജയന് കഴിയും. മുഹമ്മദ് റിയാസിനെ അടുത്ത തവണ പിണറായി മുഖ്യമന്ത്രിയാക്കും എന്ന് പറയുന്നവരുടെ വായടപ്പിക്കാനും പിണറായി വിജയന് കഴിയും. തന്ത്രങ്ങൾ പയറ്റി തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ. CPMലെ ഏറ്റവും കരുത്തനായ നേതാവ് ഇപ്പോഴും പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് എതിർവാക്കില്ല. കേരളത്തിൽ CPMനെ അടിമുടി വാർത്തുടച്ച സംഘാടകനാണ് അദ്ദേഹം. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വിവിധ തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കാലത്തിനനുസരിച്ച് പാർട്ടിയെ മാറ്റാനും ഒക്കെ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. AM ഷംസീറിനെ മുഹമ്മദ് റിയാസിന് പകരം മന്ത്രിയാക്കുന്നതോടെ മുസ്ലിം സമുദായത്തെ താൻ ബഹുമാനിക്കുന്നെന്ന് ഉറപ്പിക്കാനും പിണറായി വിജയന് കഴിയും. മാത്രമല്ല, UDFന്റെ വായടയ്ക്കാൻ, കോൺഗ്രസ് നേതാക്കളുടെ വായടയ്ക്കാൻ ഈ മന്ത്രിസഭ പുനഃസംഘടനയിലൂടെ അല്ലെങ്കിൽ മന്ത്രിസഭാ വികസനത്തിലൂടെ പിണറായി വിജയന് സാധിക്കും. എല്ലാ സമുദായത്തിൽ നിന്നും ജനപ്രിയ നേതാക്കളെ മന്ത്രിമാരാക്കിക്കൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം നടത്തുകയാണ് പിണറായി വിജയൻ.